ജീവിതത്തിൽ പല സിറ്റുവേഷൻസിലും ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോഴും ആനന്ദ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും മാത്രമാണ് നിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ നിന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു അതിശയം തോന്നുന്നു. കല്യാണി അത്രയ്ക്ക് പ്രിയപ്പെട്ടവളായിരുന്നു നിനക്ക് ഇങ്ങനെ കണ്ണീരൊഴുക്കാൻ? അതിശയം എനിക്കുണ്ട് കൃഷ്ണേട്ടൻ. കുറച്ചു നേരമായി ഞാൻ ആലോചിക്കുകയായിരുന്നു, ആരായിരുന്നു കല്യാണി ഈ അഖിലാണ്ടേശ്വരിക്ക്? മകളോ, അനന്തരവളോ, അനിയത്തിയോ, അതോ വെറും അടുക്കളക്കാരി മാത്രമായിരുന്നോ? കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നില്ല. ചിലപ്പോ ഇതെല്ലാം കൂടി ചേർന്ന ഒരു ആത്മാവായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. ആദ്യമായി അവൾ എന്റെ മുന്നിൽ വന്നത് അടി വാങ്ങിക്കാനായിരുന്നു. അന്ന് ആ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് മുന്നിൽ തന്നെ അഖിലാണ്ടേശ്വരിയുടെ ഉള്ളിൽ ഒരു നീരുറവ പൊട്ടിയിരുന്നു. പിന്നീട് എത്ര സംഭവങ്ങൾ, തല്ലിയും തലോടിയും അവൾ എന്നിലേക്കോ ഞാൻ അവളിലേക്കോ സ്വയം അറിയാതെ കടന്നു കയറുകയായിരുന്നു. ഇന്നവൾ ഈ കുടുംബത്തിന് വേണ്ടി ആ കൈകളിൽ ഒരു വിലങ്ങണിഞ്ഞപ്പോ ആ നീരുറവ വറ്റിപ്പോയോ എന്നൊരു തോന്നൽ. അല്ലെങ്കിൽ അവൾ അങ്ങനെ പോയപ്പോ ഞാനൊരു പാറ പോലെ നിൽക്കില്ലായിരുന്നു. തൃച്ചംബരത്തിന്റെ സൽപ്പേരിന് വേണ്ടി ഒരു പാവ ആട്ടിൻ കുഞ്ഞിനെ ബലി കൊടുത്ത തോന്നല എനിക്ക്. ഞാനൊരു ക്രൂരയായ സ്ത്രീയായി പോയി അല്ലേ കൃഷ്ണേട്ട? ഒരിക്കലുമല്ല. അഖിലാണ്ടേശ്വരിയുടെ മനസ്സിൽ ക്രൂരതയുടെ ഒരു അംശം പോലും ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ നിന്റെ കണ്ണിൽ നിന്ന് ഉതിരുന്ന ഈ കണ്ണുനീർ. പകരം ഇപ്പോൾ നിന്നെ ഭരിക്കുന്നത് നീ പോലും തിരിച്ചറിയാത്ത മാതൃത്വമാണെന്നേ ഞാൻ പറയും. സ്വന്തം പെൺകുഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പെട്ടു പോകുമ്പോഴുള്ള ഒരു അമ്മയുടെ ആദ്യം. കല്യാണിയെ പ്രസവിക്കാതെ തന്നെ നീ ഇപ്പൊ മനസ്സുകൊണ്ട് അവളുടെ അമ്മയായിരിക്കുകയാണ് അഖില. ഇനി ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല നീ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടില്ല എന്ന്. കൃഷ്ണേട്ട, ബ്രോ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ബ്രോ വരുന്നുണ്ടോ? പോലീസ് സ്റ്റേഷനിലേക്കോ? എന്തിന്? വാട്ട്? എന്തിനാണെന്നോ? ബ്രോ എന്താ ഈ ലോകത്തൊന്നല്ലേ? നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഒരു ബലിമൃഗം അവിടെ കിടക്കുക അഴികൾക്കുള്ളില്. എന്നിട്ട് ഐ വാണ്ട് ടു സീ ഹർ നൗ. അരവിന്ദേ, നീ വളരെ ഇമോഷണൽ ആയിപ്പോ. നോക്ക്, ഇത് അസമയോ. നാളെ നേരം വെളുത്തിട്ട് ബ്ലഡി ഹെൽ. നാളെ നേരം വെളുക്കുമ്പോഴേ പോലീസുകാരാ കല്യാണിയെ കൊന്നാലോ? ആരുത്തരം പറയും? അരവിന്ദ്, സോറി, ഒരു തർക്കത്തിന് ഞാനില്ല. ബ്രോക്ക് വരുന്നുണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ വേണ്ട ഞാൻ പോയിക്കോളാം. ദാറ്റ്സ് ഓൾ. എടാ അരവിന്ദ്, നിക്ക്. എടാ നിക്കാൻ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എടാ നീ ഇത് എവിടെയാ പോകുന്നേ? നിക്കാൻ. അരവിന്ദ്, നോ. എന്തായത്? നീ എവിടേക്കാ പോകുന്നത്? എനിക്ക് കല്യാണി കാണണം ഇപ്പോ. കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. കല്യാണി കൈവലും കാണിഞ്ഞുകൊണ്ട് ജീപ്പിൽ കയറി പോകുന്ന ദൃശ്യ കണ്ണില്. അത് കണ്ട് അലറിക്കരയുന്ന അനിയൻകുട്ടന്റെ കരച്ചിലാ കാതില്. പകല് നമ്മളെല്ലാം വെറുതെ കണ്ടു നിന്നു. രാത്രി ആ വക്കീൽ ആളെ ഇറക്കി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കാത്തു നിന്നു. ഒന്നും നടന്നില്ല, ഒന്നും. നമുക്ക് വേണ്ടി അവളിങ്ങനെ കുരിശും ചുമന്ന് ലോക്കപ്പിൽ നരകിച്ച് കിടക്കുമ്പോ ഇവിടെ തൃച്ചംബരത്ത് പട്ടുപത്തിൽ സുഖിച്ച് കിടക്കുന്ന നമ്മളൊക്കെ എന്ത് ദുരന്ത അമ്മ, എന്ത് ദുരന്ത. എനിക്ക് വയ്യ ഈ വീട്ടിൽ കിടന്നുറങ്ങാൻ. അച്ഛൻ, ഞാൻ ഇന്ന് തന്നെ അവളെ അവിടെ Just relax, okay? അരവിന്ദേ, നീങ്ങി വന്നേ.
നിനക്ക് സ്വയം തിരിച്ചറിയാനാവാത്ത രണ്ട് പ്രശ്നങ്ങളുണ്ടിപ്പോൾ. ഒന്ന്, പ്രായത്തിന്റെ അപക്വത. രണ്ട്, നീ എം ഡി സ്ഥാനത്തിരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചതിന്റെ അസ്വസ്ഥത. രണ്ടും നിന്റെ തെറ്റല്ല, സ്വയം സംഭവിച്ചു പോയതാ. അതെ, ആനന്ദ് രാമനും നീ ലക്ഷ്മണനുമാണെന്ന് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമൻ വനവാസത്തിന് ഇറങ്ങുമ്പോ ലക്ഷ്മണൻ നീ ഈ കാണിച്ച എല്ലാ ദേഷ്യവും കാണിച്ചിട്ടുണ്ട്. ഇവിടിപ്പോ വനവാസത്തിന് പകരം മറ്റൊരാൾ സ്റ്റേഷനിൽ പോയെന്നേ ഉള്ളൂ. അതിന് പരിഹാരം നമ്മൾ ചെയ്യും. നീ ഈ കാണിക്കുന്ന ആവേശം കാണിച്ചില്ലെന്നേ ഉള്ളൂ. എന്ത് പരിഹാരം? എന്നിട്ട് ഇതുവരെ എന്തുണ്ടായത്? കുറച്ചു നേരമല്ല നീ കിടന്ന് തിളയ്ക്കുന്നു. എന്താ നീ വിചാരിക്കുന്നത്? കല്യാണിയുടെ അവസ്ഥയില് ഞങ്ങൾക്കാർക്കും ഒരു വിഷമവും ഇല്ലെന്നാണോ? എന്നാ നിനക്ക് തെറ്റി. അച്ഛനായാലും അമ്മയ്ക്കായാലും എനിക്കായാലും നിന്റെ അതേ വികാരം തന്നെയാ ഉള്ളത്. ഒരു പക്ഷെ നിന്നെക്കാൾ കൂടുതൽ. അവളുടെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീഴരുതെന്ന് ഞങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നത്. അത് പക്ഷേ അർദ്ധരാത്രി ചെന്ന് സ്റ്റേഷനിൽ അലമ്പുണ്ടാക്കിയിട്ടല്ല. അതിന് ചില നിയമങ്ങളുണ്ട്, രീതികളുണ്ട്. ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇനിയും വേണ്ട ചെയ്യും. ഞാൻ തന്നെ നേരിട്ട് പോയിട്ട്. അതാണ് നല്ലത് മോനെ. കുറച്ചു നേരമായി എന്റെ മനസ്സും വളരെ അസ്വസ്ഥ. അരവിന്ദിന്റെ വികാരം കൂടി കാണുമ്പോ എവിടെയോ എന്തോ ഒരു തെറ്റ് നടക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. വക്കീലും കോടതിയും ജാമ്യവും ഒക്കെ നാളെ അതിൻ്റെതായ രീതിയിൽ നടന്നോട്ടെ. പക്ഷെ ഈ രാത്രി നീ ഒന്ന് അവിടം വരെ പോണം. മറ്റൊന്നിനുമല്ല, നമ്മുടെ കല്യാണി ഭക്ഷണം കഴിച്ചോന്നും ഉറങ്ങിയൊന്നും അറിയാൻ മാത്രം. അതെ, ഞാനും അതേ പറയുന്നുള്ളൂ. പക്വത കുറവെന്നോ കോംപ്ലക്സ് എന്നോ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ. പക്ഷെ കല്യാണി അവിടെ ഓക്കെ ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം, ഇപ്പൊ തന്നെ. അതിനാരാ ഇപ്പൊ സ്റ്റേഷനിൽ പോകുന്നത്? ഞാനാണോ, അച്ഛനാണോ, അതോ ബ്രോയാണോ? അമ്മ വേണം തീരുമാനിക്കാൻ. ഓ, അപ്പൊ അനുസരിക്കാൻ നിനക്ക് ഉദ്ദേശമില്ല അല്ലേ? ദേ, അവസാനമായിട്ട് ചോദിക്കാം, എന്താ നിന്റെ തീരുമാനം? പറഞ്ഞത് കേട്ട് മര്യാദയ്ക്ക് ഒപ്പിട്ട് കൊടുക്കുന്നോ, അതോ തുണിയൊന്നുമില്ലാതെ പിറന്ന കോലത്തിൽ ഇവിടെ നിൽക്കണോ? മാഡം പ്ലീസ്, മാഡം ഒരു പെണ്ണല്ലേ, എന്നെ ഇനി ഉപദ്രവിക്കരുത് പ്ലീസ്. കൊള്ളാം, അപ്പൊ നിനക്ക് പേടിയുണ്ട്. എടി, മാനം വിറ്റ് ജീവിക്കുന്നവരുടെ കയ്യിന്ന് വരെ ഗുണ്ടാപ്പിരിവ് നടത്തുന്നവളാ ഈ ഗിരിജ. ആ എന്നോട് നീ വേലയിറക്കാൻ നോക്കിയാ രാഖി രാമാനൻ നിന്നെ റെഡ് സ്ട്രീറ്റിലെ ഏജന്റുമാർക്ക് വിൽക്കും ഞാൻ. അത്യാവശ്യം ചന്തവും കനവും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല കനത്തിൽ ഇങ്ങോട്ട് വാങ്ങിച്ചെടുക്കാനും പറ്റും. അത് ചെയ്യിക്കണോടി എന്നെ കൊണ്ട്. ഗിരിജെ, ഇവളോട് സംസാരിച്ചു നിൽക്കാതെ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിക്കും. ഇവള് ഭയങ്കര സാമർത്ഥ്യക്കാരിയാ. എങ്ങനെയെങ്കിലും നേരം വെളുപ്പിക്കാൻ ഇവളുടെ പരിപാടി. അപ്പോ ആനന്ദിന്റെ വക്കീലെത്തുമല്ലോ, ഇവളെ ഇറക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. അതാണ് പ്ലാൻ. അത് ഇവളുടെ മനസ്സിലിരിക്കേ ഉള്ളൂ. ഈ ഹൈവേ ഗിരിജ ഒരു കാര്യമേറ്റാൽ അത് നടത്തി തന്നിരിക്കും മാഡം. 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യും.
എന്താടി നീ ഒപ്പിടുന്നോ അതോ? എന്നെ കൊന്നാലും ശരി, വല്ലതിനെതിരെ ഞാൻ ഒപ്പിടില്ല. വെറുതെ വായിട്ടലയ്ക്കാതെ വലിച്ചൂര് അവളുടെ തുണിയും മണിയൊക്കെ. മര്യാദയ്ക്ക് ഒപ്പിടറി, അല്ലെങ്കിൽ നീ ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ നിൽക്കുന്ന ഫോട്ടോ വാട്സപ്പിലൂടെ പ്രചരിക്കും. അന്ന് ഒരുത്തനും കാണില്ല നിന്റെ മാനം കാക്കാൻ. നിന്റെ മുന്നിൽ ഒരു മാർഗമേ കാണൂ, ആത്മഹത്യ. അതുകൊണ്ട് ഒപ്പിട്ട് പോവാൻ നോക്കടി. ഒപ്പിടാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഇടാനല്ലേ പറഞ്ഞേ? നീ ഒപ്പിടില്ലല്ലേടി? പറഞ്ഞാ കേൾക്കുന്നില്ലല്ലേടി? നിന്നെ ഞാൻ അല്ലെങ്കിൽ ഇവരെന്നെ ഒരു പെണ്ണിന് വനിതാ പോലീസ് സ്റ്റേഷനിൽ പോലും സംരക്ഷണം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരെങ്ങനെയാ പോലീസിനെ വിശ്വസിക്കുന്നത്? നിങ്ങളെപ്പോലുള്ള കുറച്ച് ക്രിമിനൽസ് പോലീസിലുള്ളതുകൊണ്ട് മൊത്തത്തിൽ പോലീസുകാരോട് ആളുകൾക്ക് വെറുപ്പും അറപ്പും. ഇത് ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കരുത്. ഇനി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വകുപ്പ് മന്ത്രിയാണ്. ആ ആനന്ദ്, എന്താ പതിവില്ലാതെ അസമയത്തൊരു ഫോൺ വിളി? എന്തു പറ്റി? സോറി സർ, അത്രയ്ക്ക് അർജന്റ് ആയതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഒരു നിവൃത്തിയില്ലായിരുന്നു. എന്താ ആനന്ദ് ഇത്? നിനക്ക് എന്നോടൊരു കാര്യം പറയാൻ ഇത്ര അറക്കേണ്ട കാര്യമുണ്ടോ? നീ എന്നെ ഒരു മന്ത്രിയായിട്ട് കൂട്ടണ്ട. ഞാൻ നിന്റെ അച്ഛന്റെ പഴയ ക്ലാസ്മേറ്റ് തന്നെയാ, നിന്റെ കൃഷ്ണൻകുട്ടി അങ്കിള്. ധൈര്യമായിട്ട് പറഞ്ഞോ, എന്താ നിനക്കിപ്പോ പ്രശ്നം? ഇടാനല്ലേ പറഞ്ഞേ? ശരി ശരി, നീ ആ ഫോൺ എസ്ഐയുടെ കയ്യിലൊന്ന് കൊടുക്ക്. ശരി. ദാ നിങ്ങൾക്ക് ഫോൺ. സർ, ഒരാളെ കുറ്റക്കാരി എന്ന് സംശയിച്ച് അറസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണോ? വേണ്ടല്ലോ. എന്തിനാ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചത്? ആര് നിങ്ങൾക്കതിന് അധികാരം തന്നു? ദേ, മൂന്നാം മുറയൊക്കെ നിർത്തലാക്കിയ കഥയൊന്നും മാഡം അറിഞ്ഞില്ലേ ഇതുവരെ? സോറി സർ. എന്ത് സോറി? ദേ, ആ വന്നിരിക്കുന്ന ആൾ ആരാന്നറിയോ നിങ്ങക്ക്? എന്റെ സ്വന്തം അനിയനാ. നോക്ക്, ആളും തരവും കണ്ടു വേണം കളിക്കാൻ, മനസ്സിലായോ? ഭരണം ഇരിക്കുന്നത് കൊണ്ടാ, അല്ലെങ്കിൽ ഇതിനകം ഞാനങ്ങ് വന്നേനെ. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മാത്രമല്ല ഞാൻ മന്ത്രിയായത്. നിങ്ങളെപ്പോലുള്ള കുറെ പോലീസുകാരെ നിലയ്ക്ക് നിർത്തിയിട്ട് കൂടിയാ. ഇനി ആ പെൺകുട്ടിയുടെ ദേഹത്ത് നിങ്ങളുടെ കൈ പതിഞ്ഞാൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ. സോറി സർ, ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. ഒരബദ്ധം പറ്റിയതാ. അബദ്ധം? അവളുടെ ഫോൺ ആനന്ദിന്റെ കയ്യിലോട്ട് കൊടുക്ക്. ദാ. സർ, ആനന്ദേ, ഇനി ഒരു ഉപദ്രവവും ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സർവീസ് ഹിസ്റ്ററി ഞാൻ ഒന്ന് എടുപ്പിക്കട്ടെ. നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ഇപ്പൊ ധൈര്യമായിട്ട് പോയിക്കോ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. താങ്ക്സ്. കല്യാണി, നീ അകത്ത് കയറിയിരിക്കും. ഇനി നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ചെല്ല.
ഇനി കല്യാണിയുടെ ദേഹത്തെങ്ങാനും തൊട്ട പെണ്ണാണെന്ന് പോലും നോക്കില്ല ഞാൻ. കൊന്നുകളയും. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട.